മദ്യപിച്ച് ഒരു ആൽക്കഹോളിക് പേഴ്സണിൻ്റെ ഒരു ലൈഫ്, പുള്ളിയുടെ ഒരു റീഹാബിലോട്ടുള്ള ഒരു പോക്കും ഫാമിലി ലൈഫ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ബോട്ടിൽ രാധ എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമയിൽ നായകൻ രാധാമണി ഒരു ടൈൽസ് പണിക്കാരനാണ്. അന്നന്ന് ജോലി ചെയ്ത് നടന്ന സാധാരണ കുടുംബമാണ്. ഭാര്യയും 2 കുട്ടികളുണ്ട്. പക്ഷെ പുള്ളി കിട്ടുന്ന പൈസയൊക്കെ അടിച്ചു തീർക്കും. കൂട്ടുകാരൊത്ത് അടിച്ച് കംപ്ലീറ്റ്ലി ആൽക്കഹോളിക് ആവുകയാണ്. അങ്ങനെ ഭാര്യ ഇടപെട്ടാണ് ഒരു റീഹാബിലോട്ട് എത്തിക്കുന്നത്. പക്ഷെ പുള്ളിക്കത് നിർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നീട് ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്നതും ഒക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ ഒരു സ്റ്റോറി ലൈനും പാറ്റേണും നമുക്ക് മലയാളത്തിൻ്റെ വെള്ളം എന്ന സിനിമയോട് വളരെ അധികം സാമ്യത തോന്നുന്ന ഒരു സംഭവമുണ്ട്. സാമ്യത തോന്നുന്നുണ്ട്, പക്ഷെ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗുരു സോമസുന്ദരവും സഞ്ജന നടരാജൻ, ജോൺ വിജയ് എന്നിവരുടെ നല്ല പ്രകടനങ്ങളും ഈ കഥ പറയുന്ന വിഷയവുമാണ് ഈ സിനിമയിൽ നല്ല വശങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് നോക്കുകയാണെങ്കിൽ റീഹാബിലോട്ട് എത്തുകയും പിന്നീട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പുള്ളി ആൽക്കഹോളിക് ആണെന്ന് കാണിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ കുറച്ചു കാലം അവിടെ തങ്ങുമ്പോൾ പുള്ളിക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദങ്ങളൊന്നും അങ്ങനെ കൂടുതലായി കാണിച്ച് കണ്ടില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ പുള്ളി ആ ക്യാരക്ടർ വിട്ട പോലെയായിരുന്നു. ഒരു നോർമലായിട്ട് ഇവിടുന്ന് പുറത്ത് കടക്കണം എന്നുള്ള ഒരു തോന്നൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിനെ കൂടുതലായിട്ട് കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കുറേ അധികം റിപ്പീറ്റേഷൻ ആയിട്ടുള്ള കുറച്ച് സീനുകൾ ഈ സിനിമയിൽ ഉടനീളം വന്നു പോകുന്നുണ്ട്. അത് സിനിമയുടെ വേഗത വളരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ പെർഫോമൻസും മറ്റും നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി അനുഭവമായിട്ടാണ് എനിക്ക് ബോട്ടിൽ രാധ എന്ന സിനിമ തോന്നിയത്. നമുക്കറിയാം അവസാനം ഈ കുടിയൊക്കെ വിട്ട ആൾ നല്ല രീതിയിലുള്ള ഒരു ശുഭ പര്യാവസ്ഥ തന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി കാണാവുന്ന ഒരു സിനിമയാണ്. ഒരു ശരാശരി അനുഭവം എനിക്ക് പേഴ്സണലി കാണും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.